ആ ഓക്കെ 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 ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെവൽ 3 ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? ആ റെഡിയാണ്. ഇപ്പൊ നല്ല റേഞ്ച് ഉണ്ടല്ലോ. ഉം, ഇന്ന് കാണും, നാളത്തെ കാര്യം എനിക്കറിയില്ല. ശരി ശരി. അപ്പോ നമ്മള് ടെൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ടീച്ചേഴ്സ് മൊത്തം ഫോർമുല അല്ലേ പറഞ്ഞു തരുന്നത് ടെൻസ് പഠിപ്പിക്കാൻ, അല്ലേ? ഓർമ്മയുണ്ടോ ആ ദിവസങ്ങളൊക്കെ? ആ അതെ അതെ. ആ അപ്പോ ആ ടെൻസ് ഉണ്ട്. ഇവിടെ നമ്മള് ജസ്റ്റ് പേരുകളൊന്നും പഠിക്കുന്നില്ല. പ്രസന്റ് വൺ, പാസ്റ്റ് വൺ, ഫ്യൂച്ചർ വൺ, പ്രസന്റ് ടു, പാസ്റ്റ് ടു, ഫ്യൂച്ചർ ടു, അങ്ങനെ അങ്ങനെ ഫ്യൂച്ചർ ഓക്കെ ഫോർ വരെയാണ് പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഓക്കെ. ടു ബി ഓണസ്റ്റ്, ഇതിൽ നമ്മൾ 12 ടെൻസും നമ്മൾ ഡെയിലി സംസാരിക്കുമ്പം ഒന്നും യൂസ് ചെയ്യത്തില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 4 5 ടെൻസുകളാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്നിട്ട് കോണ്ടെക്സ്റ്റ് വരുമ്പം യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണ്. ആ അപ്പോ ആദ്യം തന്നെ നമ്മള് പ്രസന്റ് വൺ ആണ് നോക്കുന്നത്. അതിന്റെ മലയാളം ഒന്ന് നോക്കി വെക്കുക. ചെയ്യുന്നു, ചെയ്യാറുണ്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. ചെയ്യുന്നു, ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ ഈ ഒരു ടെൻസ് നമ്മൾ പ്രത്യേകിച്ചും നോക്കുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെബിൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ എണീക്കും, ഫുഡ് ആ കഴിക്കും, ഏ പിന്നെ ജ- ഏ കേട്ടില്ല. രാവിലെ എണീക്കും, ഫുഡ് ആ കഴിക്കും, ഉം, ഉറങ്ങും, ആ പല്ല് തേക്കും. ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പല്ല് തേക്കും, കുളിക്കും, അലക്കും, അല്ലെ, തേക്കും, അങ്ങനെ എല്ലാം എല്ലാം ഇങ്ങനെ ഡ്രസ്സ് തേക്കും, ആ, ജോലിക്ക് പോകുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ. ആഹ് എല്ലാ അതെ അതെ ദിവസവും അതെ. മൊബൈൽ നോക്കും, പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ചില്ല് ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെയുള്ള ഉം. സംഭവങ്ങള് നമ്മള് ഞാൻ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് പറയാം. അതുപോലെ നമ്മൾ ഉം. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് എല്ലാം ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് പോകാറുണ്ട്, അവിടെ പോകാറുണ്ട്, ഇവിടെ പോകാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറില്ലേ? ആ ഉണ്ട് ഉണ്ട്. ആ അപ്പോ ഇത് ഏത് ടെൻസിലാണ് പറയേണ്ടത്? ഇത് നമ്മള് പ്രസന്റ് വണ്ണിലാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഓക്കെ. യൂണിവേഴ്സൽ ട്രൂത്ത്. സൂര്യൻ കിഴക്കുദിക്കുന്നു, ഗ്രാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചെടികൾക്ക് സൂര്യൻ പച്ച അസ്തമിക്കുന്നു. കളറാണുള്ളത്. ആ ചെടികൾക്ക് പച്ച കളറാണുള്ളത്. ലൈഫ് എന്ന് പറയുമ്പോൾ ഉം. മൊത്തവും ഹാപ്പിനെസ്സും അതുപോലെ സാഡും ആയിട്ടുള്ള സിറ്റുവേഷൻസ് കുറെ ഉണ്ടാവുന്നു. അങ്ങനെ കുറെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാം, അങ്ങനെയുള്ള കുറെ പ്രോവേർബ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രസന്റ് വണ്ണിലാണ് പറയേണ്ടത്. നമ്മൾ അതൊന്നും നോക്കണ്ട. ഓക്കെ. ഫെബിൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രസന്റ് വണ്ണിലാണ് പറയേണ്ടത്. അപ്പോ ഐ ഗോ ടു പാർക്ക്, അതിന്റെ അർത്ഥം എന്താ? ഐ ഗോ ടു പാർക്ക് ഞാൻ പാർക്കിൽ പോയി. അല്ല, അതിന്റെ അർത്ഥം ഞാൻ പാർക്കിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പാർക്കിൽ പോകുന്നു എന്നാണ്. ഓക്കെ. ഓക്കെ. ആ ഏഹ്, അപ്പോ എവിടെ പോകുന്നു? ഐ ഗോ ടു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ എവിടെ പാർക്കിലൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ യെസ് ഐ ഗോ ടു പാർക്ക് എന്നൊക്കെ പറയാം. അവിടെ ഈ പറയുന്ന അയ്യോ ദേവി പ്ലൂറല് വരികയാണെങ്കിൽ നമ്മള് ഗോ അല്ലെങ്കിൽ റൈറ്റ് അങ്ങനെയുള്ള വേർബ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് അവിടെ ഒന്നും ആഡ് ചെയ്യണ്ട. ഐ ഗോ ടു പാർക്ക്, യു ഗോ ടു പാർക്ക്, ദേ ഗോ ടു പാർക്ക്, വി ഗോ ടു പാർക്ക്. മനസ്സിലായോ? ഉം ഉം. ആ വേറൊരു എക്സാമ്പിൾ പറയാമോ? ഉം ഞാൻ രാവിലെ എണീക്കും, ഞാൻ രാവിലെ എണീക്കാറുണ്ട്, ഞാൻ രാവിലെ ഐ എണീക്കാറുണ്ട്. വേക്കപ്പ് ആ മോർണിംഗ്. ആ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ അറ്റ് 7 o'clock. ഞാൻ 7 മണിക്ക് രാവിലെ എണീക്കുന്നു. അപ്പൊ അവിടെ വേക്സ് അപ്പ് എന്ന് പറയുന്നു, വേക്കപ്പ് എന്നല്ലേ പറയുന്നത്? ആ വേക്കപ്പ്. ആ ഐ വേക്കപ്പ് എന്നാണ്. പക്ഷെ ഷിയോ ഹിയോ ഇറ്റോ സിംഗുലറോ വന്നു കഴിഞ്ഞാൽ അവിടെ വേക്സ് അപ്പ് എന്ന് വരും. മനസ്സിലായോ? ഉം. അതെങ്ങനെയാ അങ്ങനെ വന്നത്? അത് ഉം. മറ്റേത് സിംഗുലർ ആയതുകൊണ്ട്.
കറക്റ്റ്. സിംഗുലർ ആകുമ്പോൾ നമുക്ക് ഷീ ഗോസ് ടു പാർക്ക് എന്നുള്ളത് വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പറയാൻ പറ്റും. നമ്മൾ പണ്ട് പഠിച്ച ഒരു സാധനമാണ്. ആ, എങ്ങനെ ഒരു മനസ്സിലായില്ല? നമുക്ക് വേറെന്തോ സാധനം ഇട്ടുകൊണ്ട് ഈ ഗോസിന്റെ കൂട്ടത്തിൽ ഗോസിന്റെ മുമ്പിലായിട്ടൊരു സാധനം ഇട്ടുകൊണ്ട് നമുക്ക് സെയിം സെന്റൻസ് തന്നെ വേറൊരു രീതി പറയാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? അതെങ്ങനെയാ? ഷീ ഗോസ് ടു പാർക്ക് തന്നെ വേറെ ഒരു രീതിയിലല്ലേ അത്? ആ എന്തോ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് ഗോസ് അപ്പം മാറും. എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് തോന്നല്ലേ? അല്ല, എന്റെ മനസ്സിലുണ്ട്, പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല. ഞാൻ നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ. ശരി ശരി, ആലോചിച്ചോ ആലോചിച്ചോ. ഓക്കെ, മിസ് പറഞ്ഞു. കൊള്ളാം. ഡസ് ഗോ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡസ് ഗോ. എന്റെ ഇത് എന്റെ മൈൻഡിലുണ്ടായിരുന്നു, പക്ഷെ തെറ്റിപ്പോയത് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ പിന്നെ തള്ളല്ലേ തള്ളല്ലേ. സത്യമായിട്ടും ഡസ്സായിരിക്കും ഇതിങ്ങനെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ആ വന്നില്ല. അതെന്താ? ഞാൻ എന്നോടല്ലേ സംസാരിക്കുന്നത്, പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഈ ഡസ് ഷീ ഗോ തെറ്റിപ്പോ. ടു പാർക്ക് അങ്ങനെ കറക്റ്റ് ആണ് ഒന്ന് കറക്റ്റ് ആണ്. അപ്പോ ഷീ ഗോസ് ടു പാർക്ക് എന്ന് പറയുന്നത് അത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഷീ ഡസ് ഗോ ടു പാർക്ക് തന്നെയാണ് ഷീ ഗോസ് ടു പാർക്ക് എന്നുള്ളത്. മനസ്സിലായോ? വേണമെങ്കിൽ ഒന്ന് എഴുതി ഒന്നുകൂടെ നോക്കൂ. പറഞ്ഞേ. ഷീ. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഈ ഫെബിന്റെ റിയാക്ഷൻ. ഷീ ഗോസ് ടു പാർക്ക്. എഴുതിക്കുക, ആ സെന്റൻസ് ഒന്ന് എഴുതിക്കേ. എഴുതി. അപ്പോ ഈ ഷീ ഗോസ് ടു പാർക്ക് എന്ന് പറഞ്ഞാലും ഷീ ഡസ് ഗോ ടു പാർക്ക്. വേണമെങ്കിൽ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഷീ അതിന്റെ ഗോസ് ഒരു ടു. കണ്ടിന്യൂസ് അത് നഷ്ടപ്പെട്ടുണ്ട്. അതിനിപ്പം കുറച്ച് 2-3 ദിവസം കഴിയുമ്പോ ഒക്കെ അപ്പം മറ്റേ മാഡവും വരും. ഷീ ഡസ് ഗോ ടു പാർക്ക്. ഇത് രണ്ടും ഒരേ അർത്ഥമാണ് ഉള്ളത്. ഷീ ഡസ് ഗോ ടു പാർക്ക്. അപ്പോ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ ഷീ ഗോസ് ടു പാർക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. ഡസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തിനാ നമ്മൾ അങ്ങനെ ഇപ്പൊ ഉപയോഗിച്ച് പറയുന്നത്? അത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവള് പാർക്കിൽ പോവാറുണ്ടോ? അവള് ബീച്ചിൽ പോവാറുണ്ടോ? അവള് ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ പോകാറുണ്ടോ? അവള് തിയേറ്ററിൽ പോകാറില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. എന്നാ ഐ ഗോ ടു പാർക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഇനി ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. ഐ ഗോ ടു പാർക്ക് ഇതുപോലെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? ഐ ഡു ഗോ ടു പാർക്ക്. കറക്റ്റ്. അപ്പൊ അവള് പാർക്കിൽ പോകാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? അവൻ അല്ല, ഞാൻ പാർക്കിൽ പോകാറുണ്ടോ അല്ലെങ്കിൽ നീ പാർക്കിൽ പോകാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഗോ ടു ദി പാർക്ക്. കറക്റ്റ്. എക്സലന്റ്. അപ്പൊ ഇടയ്ക്ക് ത്രെഡ് ഒക്കെ കയറി വരുന്നുണ്ട്, ത്രെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡു യു ഗോ ടു പാർക്ക്. ഷീയും ഹീയും ഏറ്റവും സിംഗിളർ ഒക്കെ വരുവാണെങ്കിൽ ഡസ് ഷീ ഗോ ടു പാർക്ക്. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു ഡൗട്ടും ഇല്ല. അല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കാനാണെങ്കിൽ ഡസൻ ഷീ ഡോണ്ട് യു എന്നൊക്കെ വരും. അതും കൂടെ ഒന്ന് ഓർത്തേക്കണം. അപ്പോ ഇതാണ് പ്രസന്റ് വണ്ണില് ഉള്ള സംഭവം. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ഫെബിൻ രാവിലെ മുതല് രാത്രി കിടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രസന്റ് വണ്ണില് പറയുക. ദിസ് ഇസ് യുവർ ടാസ്ക്. എന്നാ പറയണം? എപ്പോ പറയണം? ഇപ്പോഴോ? ഇപ്പൊ പറയണം. ഇപ്പൊ ഓക്കെ. I wake up in the morning. I wake up. എത്ര മണിക്കാ? I wake up at 7 o'clock. Okay. Then I go to teeth my brush. I go to teeth my brush. ഇത് നോക്കി പറയണ്ട കേട്ടോ. Okay. I go to take my breakfast.
ഐ ഗോ എല്ലായിടത്തും ഗോ പറയണ്ട. ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ബ്രേക്ക്. ഓക്കെ ഓക്കെ. ആ ഐ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഉം. ഐ പറഞ്ഞു. ഗോ ടു മൈ ഓഫീസ്. ഐ ഗോ ടു മൈ ഓഫീസ്. ഐ ഗോ ടു മൈ ഓഫീസ്. ഐ ഡു മൈ വർക്ക്. യെസ്. Then I go for lunch. ഐ Go for lunch. ഗോ ഫോർ ഐ ഈറ്റ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ ഗോ ടു ഈറ്റ് മൈ ലഞ്ച്. I go to eat my lunch. യെസ്. I go back to my room and I go to bath. ഐ ഗോ ടു ഐ ടേക്ക് എ ബാത്ത് അല്ലെങ്കിൽ ഐ ടേക്ക് എ ഷവർ. I take a bath. വെരി ഗുഡ്. Okay. കീപ് ഗോയിങ്. I eat my dinner. I ഐ go to ഈറ്റ്. sleep. അപ്പൊ വീട്ടിലോട്ടൊന്നും വിളിക്കാറില്ലേ? I call my family. ഐ കോൾ മൈ ഫാമിലി. ഇനി ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഹി ഷീ ഇറ്റ് സിംഗുലർ വെച്ചിട്ടൊന്ന് പറഞ്ഞേ ഒരു 2-3 കാര്യങ്ങൾ അടുത്തുള്ള ആൾക്കാരുടെ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ. He goes vacation tomorrow. ഹൂ? He, my friend. So does he go for a vacation back to his home? പോവുകയാണോ? ഹലോ. He going ആണോ? അല്ലല്ല, കറക്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ ING ഒന്നും ഇതുവരെ പഠിച്ചില്ലല്ലോ. Okay. Okay. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് സെന്റൻസ് പറഞ്ഞാൽ മതി. V1 വേർബിന്റെ ആദ്യത്തെ ഫോം ഗോ അല്ലെങ്കിൽ പ്ലേ, റൈസ്, ഈറ്റ്. നമ്മളിപ്പോ കുറെ സാധനങ്ങൾ പറഞ്ഞല്ലോ. ഐ ടേക്ക് എ ഷവർ, ഐ ഈറ്റ് ഫുഡ്, ഐ ഗോ ടു മൈ പ്ലേസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അത്രേ ഉള്ളൂ. അല്ലാതെ ING ചേർക്കണ്ട, ഒന്നിലും ING ചേർക്കണ്ട. മനസ്സിലായോ? നെറ്റ്വർക്ക് ഇഷ്യൂസ് തുടങ്ങിയോ ഇതില്? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ ഈ സെന്റൻസുകളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറയാമോ? ഹലോ. We study daily. ഞങ്ങൾ എന്നും പഠിക്കാറുണ്ട്. We study daily. We study daily. Great. Next one. അടുത്തത് പറഞ്ഞു. He does read news daily. Newspaper daily. കേട്ടില്ല, ഒന്നുകൂടെ. He does read newspaper daily. അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? ഡസ് ഇല്ലാതെ എങ്ങനെയെന്ന് പറഞ്ഞേ. He read newspaper daily. അവിടെ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. He do വരത്തില്ല. He read. He reads. He reads. Okay. He reads newspaper daily. ഫെബിൻ അത് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? ഞാനത് സെൻഡ് ചെയ്തു തരാം ഒന്നും കൂടെ. ഫെബിനെ ഡൗട്ട് ഉണ്ടോ? അത് ഞാൻ സിംഗുലർ വരുമ്പോ നമ്മൾ ഈ ഡസ്റ്റിന്റെ അവിടെ S ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി, അങ്ങനല്ലേ? അതെ. അത് ഡൗട്ട് ഉണ്ടോ? പിന്നെ
ഇത് കണ്ടോ, ഐ വന്നാലും യു വന്നാലും ബി അത് വന്നാലും ദേ. ആ ഒന്നും കൂടെ പറഞ്ഞു തരാമോ അത്? ആ അതെ. ഉം, കാണാവോ? കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ആ ഇവിടെ ഐ റീഡ് കാണാവോ? അല്ലെങ്കിൽ ആ, ഐ ഡു കാണാം, കാണാം. റീഡ്. ഇങ്ങനെ എഴുതുന്നതിലും തെറ്റില്ല. അടുത്തത് യു റീഡ്, യു ഡു റീഡ് എന്നും പറയാം. ഉം, വി റീഡ്, ഉം. വി ഡു റീഡ്. ദേ കാണാവോ? കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കേ. ഓക്കെ. ഐ റീഡ്, ഐ ഡു റീഡ്, യു റീഡ്, യു ഡു റീഡ്, വി റീഡ്, വി ഡു റീഡ്, ദേ റീഡ്, ദേ ഡു റീഡ്. ഓക്കെ. ഫെബിൻ, ഫെബിൻ. ഉം. ഉം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇത് ഫെബിൻ അരുണ് രണ്ടുപേരല്ലേ? ആ ഓക്കെ. ആ, ഓക്കെ, ഓക്കെ. ആ അപ്പൊ ഡസ് അടുത്തത്. ആണോ വരുന്നത്? അല്ലല്ലോ. അല്ല, ഡസ് ഒരാൾ വരുമ്പോ. ഒരു- മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കെ. ആ, ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തോന്നുന്നുണ്ടോ ഫെബിന്? ഇത് നേരത്തെ പഠിച്ചതല്ലേ? ഞാൻ- ആ, അതെ അതെ, നേരത്തെ പഠിച്ചതാണ്. ഉം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇല്ല, മനസ്സിലായി. ഇതേ നമ്മൾ എന്തിനാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന അറിയാം. നമ്മള് നോർമലി സംസാരിക്കുമ്പോ ഫെബിൻ റീഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഐ റീഡ് എന്ന് പറയും. ഐ ഡു റീഡ് അല്ലെങ്കിൽ ഫെബിൻ ഡസ് റീഡ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ് ചെയ്ത്, കുറച്ച് എംഫസൈസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അവൻ പത്രം വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പത്രം വായിക്കാറുണ്ട്, ഉം, അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്ട്രെസ് ചെയ്ത് പറയാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉം. വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇപ്പം ആ, ഓക്കെ, ഓക്കെ, ഓക്കെ. ഡു ഐ റീഡ്, ഡു യു റീഡ്, ഡു വി റീഡ്, ഡു ദേ റീഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഡസ് ഷീ റീഡ്, ഡസ് ഹി ഓക്കെ. റീഡ്, ഡസ് ഫെബിൻ റീഡ് ന്യൂസ് പേപ്പർ. മനസ്സിലായോ? മനസ്സിലായി. ആ അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. ഉം. അതാണ് നമ്മളിപ്പം നോക്കിയത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം പാസ്റ്റ് വരിക. പാസ്റ്റ് അപ്പൊ എങ്ങനെ എഴുതും ഫെബിൻ? ഇതിന്റെ പാസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതും? ഐ ഏതിന്റെയാണ്? മുകളിലത്തെയോ താഴത്തെയോ? എന്ത് വന്നാലും, ഐ വന്നാലും, യു വന്നാലും, വി വന്നാലും, ദേ. ദേ വന്നാലും, ആ, കിഡ്സ് വന്നാലും, കുറെ പേര് കിഡ്സ് വന്നാലും, ഷീ വന്നാലും, ഹി വന്നാലും, ഇറ്റ് വന്നാലും, പിന്നെ ഫെബിൻ വന്നാലും, ഒരാള് വന്നാലും അവിടെ എങ്ങനെയാണ്? പാസ്റ്റിലാണോ? പാസ്റ്റ് ആണോ? അതെ. എന്ത് വരും? ആ, ഡിഡ് വരും.
അല്ലെങ്കിൽ ഡിഡ് കൊണ്ട് ആ പറയണം, ഡസ് അല്ല. മനസ്സിലായോ? ആ ഒരു സെന്റൻസ് പറയാമോ? ആം, ഞാൻ ഐസ്ക്രീം കഴിച്ചു എന്ന് എങ്ങനെ പറയും? ഏ ഐ ഡിഡ് ഈറ്റ് ഐസ്ക്രീം. അല്ലെങ്കിൽ ഐ എയ്റ്റ് ഐസ്ക്രീം എന്ന് പറയാം. രണ്ട് രീതിയിലും പറയാം. ഐ ഡിഡ് ഈറ്റ് ഐസ്ക്രീം എന്ന് പറയാം, ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഫെബിൻ ഡിഡ് ഈറ്റ് ഐസ്ക്രീം എന്ന് പറയാം, അല്ലെങ്കിൽ ഫെബിൻ എയ്റ്റ് ഐസ്ക്രീം എന്ന് പറയാം. അത് നമ്മൾ നാളെ പഠിക്കും. ഇതിന്റെ ആ പ്രസന്റ് ഓക്കെ വൺ, ഓക്കെ ഓക്കെ പ്രസന്റ് ടു അല്ല പാസ്റ്റ് വൺ നാളെ നോക്കും. ഓക്കെ. ആ ഓക്കെ ഓക്കെ ഇപ്പൊ എന്തായാലും ഓക്കെ മറ്റേതെല്ലാം ഡസ്, ഇതെല്ലാം പ്രസന്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്. ഉം. അതൊന്ന് ഞാൻ ഒന്നും ആ കൂടെ ഓക്കെ ഒന്ന് ഓക്കെ ചെയ്തേക്കാം. പാസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? ആ മനസ്സിലായി മനസ്സിലായി. ഉം. ഇത് പ്രസന്റ്. ഉം. പ്രസന്റ് ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ആ ഓക്കെ. ആ ക്ലിയർ ആണ് ക്ലിയർ ആണ്. ആ പിന്നെ വേറൊരു കാര്യം, റീഡിന്റെ പാസ്റ്റ് ടെൻസ് റീഡ് തന്നെയാണ്. അപ്പൊ ഫെബിൻ ഓക്കെ ഡിഡ് റീഡ് എന്നോ, അല്ലെങ്കിൽ ഫെബിൻ റീഡ്സ് എന്നോ, അല്ല റീഡ് എന്നോ പറയാം. മനസ്സിലായോ? ആ മനസ്സിലായി. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. റെഡ് എന്ന് വരും, READ ആണെങ്കിലും റെഡ് എന്ന് വരും പാസ്റ്റ് ആയതുകൊണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണ്. ആ ആ അപ്പോ അതൊക്കെ ഒന്ന് എഴുതി നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ, മറക്കത്തില്ല, ഓർത്തിരിക്കും. ആ ആ എഴുതി ഉം. എഴുതുന്നുണ്ട്. ആ ഇനി നമ്മള് ഇനി അടുത്തത് ബാക്കി പറയാവോ? അയാൾ ദിവസവും പത്രം വായിക്കാറുണ്ട്. ഇനി ഞാൻ എന്നും അവളെ വിളിക്കാറുണ്ട്. ഹി ഡിഡ് ആ പറഞ്ഞു. ഹി ഡിഡ് ഹി ഞാൻ റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി. കറക്റ്റ്. അടുത്തത് മൂന്നാമത്തത്. ഓക്കെ. ഞാനെന്നും അവളെ വിളിക്കാറുണ്ട്. ഉം. ഐ ഡിഡ് കോൾ ഹെർ എവരി ഡേ. കേട്ടില്ല. ഐ ഡിഡ് കോൾ ഹെർ എവരി ഡേ. ആ, അത് ഞാൻ വിളിച്ചെന്നല്ലേ, ഞാൻ വിളിക്കാറുണ്ടെന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്. ഡെയിലി വിളിക്കാറുണ്ട്. ഐ കോൾ ഹെർ ആ എവരി ഡേ. കറക്റ്റ്. പിന്നെ ഡിഡ് എന്താ പറഞ്ഞ? ഡിഡിലോട്ട് നമ്മൾ വന്നില്ലല്ലോ. ആ ഓക്കെ. ഇടയ്ക്ക് വന്നതാ. ഇടയ്ക്കൊന്ന് അറിയാതെ കിറങ്ങി വന്നു പോയതാ, പോകുന്നുണ്ടല്ലേ? ക്ഷമിക്കണം. ഇടയ്ക്കൊന്ന് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല ഇല്ല. അല്ല, ഫെബിന്റെ എക്സ്പ്രഷൻ ഒക്കെ അടുത്ത കണ്ടിട്ട്. പറയട്ടെ. ആ ആ, എന്താ എങ്ങനെയായിരുന്നു? ഞാൻ എന്താ അവള് ഐ കോൾ ഹെർ എന്നൊക്കെ പറയുമ്പോ അത് ഉറക്കം വന്ന് അത്രയും ബോറായി പോയോ ക്ലാസ്? ഇല്ല അടുത്തത്. ഇല്ല ഇല്ല. ഞങ്ങൾ സിനിമ കാണാറുണ്ട്. വി വാച്ച് ഉം. മൂവീസ്. ആ, ഫെബിൻ സിനിമ കാണാറുണ്ടെന്ന് എങ്ങനെ പറയും? ഐ വാച്ച് മൂവീസ്. ഫെബിൻ എന്ന് പറയുന്ന വേറൊരാള് വാച്ച് ചെയ്യുന്നു, മൂവീസ് വാച്ച് ചെയ്യാറുണ്ടെന്ന് എങ്ങനെ പറയും? ഫെബിൻ വാച്ച് മൂവീസ്. ഏ ഫെബിൻ വാച്ച് ആണോ വാച്ചസ് ആണോ? ഫെബിൻ വാച്ചസ്. ആ വാച്ചസ് അല്ലേ? അതെ. അത് സമയം അതെന്താ ഫെബിൻ വാച്ചസ് വന്നത്? സിംഗുലർ ആണല്ലോ. എന്നിട്ട് നേരത്തെ എന്താ പറയാതിരുന്നത്? അപ്പൊ ഡസിന്റെ എസ് വന്ന്. എന്നിട്ട് നേരത്തെ എന്താണ് ഫെബിൻ വാച്ച് എന്ന് പറഞ്ഞത്? ഇനി ആ ഇനി മറക്കത്തില്ല. ആ അപ്പൊ ഈ കുഞ്ഞു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ഫെബിൻ ഇല്ലേ, ഇംഗ്ലീഷ് നല്ല പുഷ്പം പോലെ ഫ്രീ ആയിട്ട് ബേസിക് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? അതൊന്നും വരത്തില്ല, ആ മിസ്റ്റേക്സ് ഒന്നും, ഓക്കെ. ബേസിക് മിസ്റ്റേക്സ് വരുത്തത്തില്ല. അപ്പം ഓക്കെ. അടുത്തത്, മുത്തശ്ശി എനിക്ക് എന്നും കഥ പറഞ്ഞു തരാറുണ്ട്. ഗ്രാൻഡ്മ ആ ഗ്രാൻഡ്മ ടെൽസ് സ്റ്റോറി.
ഗ്രാൻഡ് മദർ ടെൽസ് മീ സ്റ്റോറി. tells me a story ആ every day. ആ അപ്പൊ ഗ്രാൻഡ് മദർ ടെൽസ് ആണോ ടെല്ലാണോ? tells അതെന്താ അങ്ങനെ വന്നേ? മുത്തശ്ശി ഒരാളല്ലേ? അപ്പൊ മുത്തശ്ശി കഥ പറഞ്ഞു തരാറുണ്ടോന്ന് എങ്ങനെ ചോദിക്കും? does grandma tell story every day? ഡസ് ഗ്രാൻഡ്മ tells does grandma tell story every day? ഓൾറെഡി ഡസിന്റെ അകത്തൊരു എസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പിന്നെയും yes ടെൽസിന്റെ അവിടെ okay എസ് ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പോ ഈ കുഞ്ഞു കാര്യം ഒന്ന് ഓർത്തിരുന്നാ മതി, എങ്കിൽ ബാക്കി ഒന്നും ടെൻഷൻ അടിക്കണ്ട. എനിവേ യു ഡിഡ് എ ഗുഡ് ജോബ്. അഞ്ചും അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു. Thank you. കുഴപ്പമില്ല. Thank you. Okay. അപ്പോ ഇനി പാസ്റ്റ് ഇന്ന് നോക്കണ്ടല്ലോ, ടെൻഷൻ അല്ല, ഒരു കൺഫ്യൂഷൻ വേണ്ട വേണ്ട. വരത്തില്ലേ? ഇല്ല ഇല്ല, ഇത് okay ആണ്. അപ്പൊ നാളെ ബാക്കി നാളെ നോക്കാം മതി. അല്ലേ? നാളെ മതി. നാളത്തെ ആ, സമയം എപ്പോഴാ മിസ്? നാളത്തെ 9:30 സമയം വല്ല വഴിയുണ്ടോ? മറ്റേ ആ മേഡത്തിനടുത്ത് കളയാൻ പറയത്തില്ല, അല്ല വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതൊന്ന് സോറി. ആ മാഡം ഇല്ലേ, ആ മാഡം അടുത്ത തിങ്കളാഴ്ച മുതലേ ഉണ്ടാകത്തുള്ളൂ. സോ അതിനു മുമ്പായിട്ട് ഫെബിൻ ഒന്ന് സംസാരിച്ചു നോക്ക് മിസ്സിന്റെ അടുത്ത്. എന്തായാലും ഈ വെള്ളിയാഴ്ച വരെ ഞാൻ അല്ല അത് 9:30 എടുക്കാം. വെള്ളിയാഴ്ച വരെ ഓക്കെ ഓക്കെ ഞാൻ 9:30, നമ്മൾ പണ്ടത്തെ ടൈം 9:30 to 10 മണി വരെ ഞാൻ എടുക്കാം. ഓക്കെ, ഈ വെള്ളിയാഴ്ച വരെ. ഓക്കെ ഓക്കെ പിന്നെ ഫെബിൻ ഓക്കെ നല്ല രീതിയിൽ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ റിസ്ക് എടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഓക്കെ ഫെബിൻ ഒന്ന് ഇംഗ്ലീഷിൽ ഓക്കെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. യെസ്. അപ്പോ പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യണം കേട്ടോ, ഈ ഒരു ഏരിയയില് ബേസിക് അല്ല ആയിട്ടുള്ള. ഇനിയിപ്പം ഇതിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുവാണ്. നമുക്ക് ഈ ഒരു ലെവൽ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇനി ഇപ്പൊ എത്ര ദിവസം കൂടെ ഉണ്ട്? 20 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ അത് നല്ല രീതി ഓക്കെ ഫസ്റ്റ് ലെവൽ മുതൽ ഒന്ന് റിവൈസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് ഡൗട്ട്സ് എന്നോട് ചോദിക്കണം. ഓക്കെ, സോ താങ്ക് യു. ബാക്കി ഇനി നമുക്ക് നാളെ നോക്കാം. ഫെബിൻ കുഴപ്പമില്ലായിരുന്നെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ നോക്കായിരുന്നു, പക്ഷെ എല്ലാം കൂടെ തലയിൽ കയറുവാണെങ്കിലും ബോറായി പോകും, അതുകൊണ്ട് വേണ്ട. ശരി എനിക്കൊന്ന് പുറത്തോട്ട് പോണായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, യു ക്യാൻ ഗോ. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു.